ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ ഒരു പോയം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോയം എന്ന് പറയുമ്പോൾ പോയത്തിൻ്റെ നെയിം വരുന്നത് എന്താണ്? എവരിഡേ ഹീറോസ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം നേരെ നമുക്ക് എന്താണ് കവിതയിലോട്ട് പോവാം. അപ്പം നമ്മുടെ പോയത്തിൻ്റെ പേരെന്താണ്? എവരിഡേ ഹീറോസ് എന്നാണ് അല്ലേ. എവരിഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദിവസത്തെയും അല്ലേ. അപ്പം എല്ലാ ദിവസത്തെയും ഹീറോസ് എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. നമുക്ക് നോക്കാം. നൗ ലെറ്റ് സീ സം അതർ ഹീറോസ് ഹൂ പ്രൊട്ടക്റ്റ് അസ്. എന്താ പറയുന്നത്? സം അതർ ഹീറോസ്, മറ്റ് ചില ഹീറോസ് ഹൂ പ്രൊട്ടക്റ്റ് അസ്, നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. എൻജോയ് ദി പോയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് അവിടെ 2 പോലീസുകാരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ ഈ ഒരു പോയം ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. Everyday heroes. You might see them in uniform, or maybe not at all, but no, they will be there when they get the call. No talk of guts and glory, more like protect and serve, a symbol of devotion and respect that they deserve. These are everyday heroes, these men and women in hue, and don't forget the working dogs, they are heroes too. Know that if you need them, a hero will be near to help you in the darkest times and take away the fear. റോബർട്ട് ലോങ്ലി എഴുതിയിട്ടുള്ള ഒരു പോയമാണ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. You might see them in uniform or maybe not at all, but no, they will be there when they get the call. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം. ഒരുപക്ഷെ നിങ്ങൾ അവരെ കാണുന്നത് യൂണിഫോമിലായിരിക്കും. ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ചിലപ്പോഴോ യൂണിഫോം അവർക്ക് ഉണ്ടായിരിക്കില്ല. എന്താ പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾ യൂണിഫോമിലായിരിക്കും അവരെ കാണുന്നത്, ചില സമയത്ത് എന്താണ് യൂണിഫോമിൽ അല്ലാതെ ആയിരിക്കാം. ബട്ട് നോ, ദേ വിൽ ബി ദർ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ദേ വിൽ ബി ദർ, അവർ അവിടെയുണ്ട്. വെൻ ദേ ഗെറ്റ് ദി കോൾ, ഒരു വിളിക്കപ്പുറം അല്ലേ, നമ്മളൊരു സഹായം ചോദിച്ച ഒരു വിളിക്കപ്പുറം എന്താണ്? അവരവിടെയുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ചിലപ്പോൾ അവരെ യൂണിഫോമിലായിരിക്കാം കാണുന്നത്, ഒരു പക്ഷേ എന്താണ് യൂണിഫോമിൽ അല്ലാതെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഒരു വിളിക്കപ്പുറം എന്താണ്? അവരവിടെ ഉണ്ടായിരിക്കും. നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്, a symbol of devotion and respect that they deserve. നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി. ടോക്ക് എന്ന് പറഞ്ഞാൽ പറയുക അല്ലേ. ഗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം എന്നാണ്. ഗ്ലോറി എന്ന് പറഞ്ഞാൽ മഹത്വം. നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി, അവരുടെ ആ ഒരു ധൈര്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒന്നും ആരും പറയാറില്ല. മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്, എന്താണ് അവരെന്താ ചെയ്യുന്നത്? സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അല്ലേ നമുക്ക് വേണ്ട സേവനങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്ത് നമ്മളേക്ക് സേവിക്കുകയൊക്കെയാണ് അവർ ചെയ്യുന്നത്. എ സിംബൽ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. എ സിംബൽ ഓഫ് ഡിവോഷൻ, സിംബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളം, പ്രതീകം എന്നൊക്കെയാണ് അല്ലേ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി അല്ലേ. അവർക്ക് ഭക്തി. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനം. അപ്പോൾ അവർ എന്തിൻ്റെയൊക്കെ സിംബലാണ്? ഡിവോഷൻ, ഭക്തിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ബഹുമാനത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. ദാറ്റ് ദേ ഡിസേർവ്, അവർ അർഹിക്കുന്നത് അതാണ്. ഡിസേർവ് ചെയ്യാന്ന് പറഞ്ഞാൽ അർഹിക്കുക. അപ്പോൾ അവർ അർഹിക്കുന്നത് എന്താണ്? ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ഡിവോഷനൊക്കെയാണ് അല്ലേ. അവരുടെ മഹത്വത്തെക്കുറിച്ചോ അതുപോലെ തന്നെ ധൈര്യത്തെക്കുറിച്ചോ ആരും ഒന്നും പറഞ്ഞു നടക്കാറൊന്നുമില്ല. അവർ ഈ ചെയ്യുന്ന പ്രൊട്ടക്ഷനും നമ്മളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരെന്താണ് അർഹിക്കുന്നത്? സിംബൽ ഓഫ് ഡിവോഷൻ ആണ് അല്ലേ. അവർ ഭക്തിയുടെയും അതുപോലെ തന്നെ റെസ്പെക്റ്റ്, ബഹുമാനമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവർ അർഹിക്കുന്നത്. These are everyday heroes, these men and women in hue, and don't forget the working dogs, they are heroes too. These are everyday heroes, അവരെന്താണ്? എല്ലാ ദിവസത്തെയും ഹീറോസ് ആണ്. These men and women in hue, ആ ഒരു ആണാണെങ്കിലും അല്ലേ, പോലീസിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ എന്താണ്? അവർ എല്ലാ ദിവസത്തെയും ഹീറോസ് ആണ്. ഈ ഹ്യൂ എന്ന് പറഞ്ഞാൽ നിറമാണ്. അവരുടെ ആ ഒരു യൂണിഫോമിൻ്റെ നിറത്തിനെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ദീസ് മെൻ ആൻഡ് വ്യൂമൺ ഇൻ ഹ്യൂ, ആ ഒരു നിറത്തിലുള്ള അല്ലേ, ആ ഒരു പോലീസായിട്ടുള്ള ആ ഒരു ആണായ പെണ്ണായാലും ഒക്കെ എന്താണ്? അവരെല്ലാ ദിവസത്തെയും ഹീറോസ് ആണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദി വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. എന്തിനെ മറക്കരുത്? ആ വർക്കിംഗ് ഡോഗ്സിനെ അല്ലേ, പോലീസുകാരുടെ കൂടെ ഉണ്ടാവുന്ന വർക്കിംഗ് ഡോഗ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ദേ ആർ ഹീറോസ് ടു, അവരും എന്താണ്? ഹീറോസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു വർക്കിംഗ് ഡോഗ്സിൻ്റെ അല്ലേ, അവരുടെ പോലീസുകാരുടെ കൂടെ തന്നെ ആ ഒരു ഡോഗ്സ് എന്താണ്? ഹീറോസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹീറോയുടെ ഒരു പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പോലീസുകാരുടെ കൂടെ ഒരു നായയുടെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി
Know that if you need them, a hero will be near to help you in the darkest times and take away the fear. Know that if you need them, നിങ്ങൾക്ക് അറിയാമോ, നോ എന്ന് പറഞ്ഞാൽ അറിയാമോ, ദാറ്റ് ഇഫ് യു നീഡ് ദം, അവരെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എ ഹീറോ വിൽ ബി നിയർ, നിങ്ങളുടെ അടുത്ത് തന്നെ അവരുണ്ടായിരിക്കും, അല്ലേ? നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ടു ഹെൽപ്പ് യു ഇൻ ദി ഡാർക്കസ്റ്റ് ടൈംസ്, എപ്പോഴാണ് ടു ഹെൽപ്പ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ഡാർക്കസ്റ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട സമയങ്ങളിൽ. ഇരുണ്ട സമയം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടേക്ക് എവേ ദി ഫിയർ, എന്താണ്? നിങ്ങളിൽ ഉള്ള പേടിയെ അവർ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവർ വരും, നിങ്ങളുടെ അടുത്ത് തന്നെ അവർ എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് ഈ പോയം എഴുതിയത്? റോബർട്ട് ലോങ്ലി ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ എന്താണ്? പോലീസുകാരുടെ ആ ഒരു ധൈര്യത്തെയും മാഹാത്മ്യത്തെയും ഒക്കെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ? അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സൂപ്പർ ഹീറോസ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്.